ശ്രീ സുഭാഷ് ചന്ദ്രബോസ്, ഈ ഒഴുക്ക് നമ്മൾ കാഴ്ചയിൽ കാണുകയാണ്. അവിടെയുള്ള ഞങ്ങളുടെ വാർത്താ സംഘത്തിൻ്റെ പ്രതിനിധി തൊട്ടറിയിക്കുന്ന വിവരങ്ങളും ഒപ്പം ദൃശ്യങ്ങളും ചേർത്ത് വെച്ചാണ് നാം കാണുന്നത്. ഈ ഗംഗാവാലി നദി എന്നത് ഒരു വലിയ ഒഴുക്കും ശക്തിയും ഉള്ള പുഴയാണ്, അല്ലെങ്കിൽ നദിയാണ്. അതൊരു പക്ഷേ കടലിലേക്ക് ചേരുന്നതിന് ഏതാനും കിലോമീറ്ററുകൾക്ക് മുമ്പുള്ള സ്ഥലത്താണ് നമ്മുടെ അർജുന മിസ്സായിരിക്കുന്നത്. അവിടെയാണ് ഈ തെരച്ചിൽ നടത്തുന്നത്. ഈ വൃഷ്ടി പ്രദേശങ്ങളുണ്ടല്ലോ, കാച്ച്മെൻ്റ് ഏരിയ, അവിടെയുള്ള മഴ ഒരുപക്ഷെ നീരൊഴുക്ക് വീണ്ടും വീണ്ടും കൂട്ടുകയാണ്. അപ്പോൾ അടിയൊഴുക്ക് ഇങ്ങനെ നിന്നാൽ അവിടെ തിരയാനാകില്ല എന്നാണ് മുങ്ങൽ വിദഗ്ധർ അടക്കം നമ്മളോടും പങ്കുവെക്കുന്നത്. നേവി ഉദ്യോഗസ്ഥരും അതെ പറയുന്നത് അത് തന്നെയാണ്. ഇനിയിപ്പോൾ എന്തായിരിക്കും ഈ ഇത്ര വലിയൊരു പുഴയുടെ നടുവിൽ ഈ ഒഴുക്ക് തടയാൻ ഏതെങ്കിലും താൽക്കാലിക തടയണയോ മറ്റോ നിർമ്മിക്കാനാകുമോ? അതൊക്കെ പ്രായോഗികമാണോ? ഞാൻ അപക്വതയാണെങ്കിൽ ക്ഷമിക്കണം, കാരണം ഇത്രയേറെ വലിയൊരു എഫർട്ട് ഈ നാടെടുക്കുന്നതുകൊണ്ട് പറഞ്ഞു. ഇത് നമ്മുടെ ഒരു ഒന്നല്ല 2-3 ജീവനുകൾ അവിടെ ഉള്ളത് രക്ഷിക്കാനുള്ള ആവേശത്തിലുള്ള ഒരു സാധാരണ ആളുകളുടെ ചോദ്യമാണ്. ഞാൻ 2-3 കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഒന്നെന്ന് പറയുന്നത് 300 മീറ്റർ ഉയരത്തിലുള്ള ഒരു മലനിരയാണത്. യങ് മൗണ്ടൻ ആണ്. യങ് മൗണ്ടൻ എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത കാലത്ത്, വളരെ കുറച്ച് വർഷങ്ങൾ, അടുത്ത കാലം എന്ന് പറഞ്ഞാൽ ഈ 5-10 വർഷമല്ല, വളരെ മൗണ്ടൻസ് നമ്മൾ പല രൂപത്തിൽ റീസെൻ്റ് ഓൾഡ് മൗണ്ടൻസ് ആൻഡ് യങ് മൗണ്ടൻസ്. ഇത് യങ് മൗണ്ടൻ ആണ്. അപ്പോൾ അത് ഉറച്ച് കാണത്തില്ല, ആ മൗണ്ടൻ അങ്ങനെ ഉറച്ച് കാണത്തില്ല. 90 ഡിഗ്രി കട്ട് ചെയ്താണ് ഈ റോഡ് പണിതിരിക്കുന്നത്. അതിനേക്കാളൊക്കെ പ്രധാനം, കേരളത്തിൽ 3000 മില്ലിമീറ്റർ മഴയാണ് നമുക്ക് വർഷത്തിൽ കിട്ടുന്നത്, അവിടെ 6000 മില്ലിമീറ്റർ മഴയാണ്. അപ്പോൾ ഇരട്ടി മഴയാണ്. നമുക്ക് സെപ്റ്റംബർ വരെ, ജൂൺ മുതൽ സെപ്റ്റംബർ വരെ 70% മഴയെ കിട്ടുള്ളൂ ഈ 3000 മില്ലിമീറ്ററിൽ. പക്ഷേ അവിടെ ജൂൺ മുതൽ ആഗസ്റ്റിനകത്ത്, അതായത് ഈ മാസങ്ങളിൽ, ഈ പറയുന്ന മാസങ്ങളിൽ 95% മഴയും കിട്ടും. അപ്പോൾ 6000 മില്ലിമീറ്റർ മഴയുടെ 95% മഴ 300 മീറ്റർ ഉയരമുള്ളൊരു മലയിൽ 90 ഡിഗ്രി കട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്ലോപ്പുള്ള സ്ഥലത്ത് ടോറൻഷ്യൽ റെയിൻ എന്ന് പറയാം. നമ്മൾ ഹെവി റെയിൻ എന്നൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. പിന്നെ നല്ല കാറ്റുണ്ട്, അതിശക്തമായ കാറ്റുണ്ട്. അപ്പോൾ അത്രയും കാറ്റും മഴയും ശക്തമായി വരുന്നത് നമുക്ക് മല എടുത്തുപോയ സ്ഥലങ്ങളിൽ പെയ്യുന്നതിനേക്കാൾ കൂടുതൽ മഴ അകത്ത് പെയ്യുന്നുണ്ടാവും. അപ്പോൾ അകത്ത് പെയ്യുന്ന മഴ കുറേ സമയമെടുത്താണ് താഴേക്ക് വരുന്നത്. അത് ലാൻഡ് സ്ലൈഡ് അല്ല അവിടെ സംഭവിച്ച ഒരു സ്ലിപ്പാണ്. കംപ്ലീറ്റ് വെട്ടിയിട്ട് അലുവ കഷ്ണം നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്താണ് ഈ ലോറിയിൽ വന്ന് ലോറി എടുത്ത് കുഴിയിലേക്ക് ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നദിയിലേക്ക് ഇട്ടിരിക്കുന്നത്. ഇനി നദിയിലേക്ക് വന്നാൽ നമ്മുടെ മുങ്ങൽ വിദഗ്ധൻ സാർ പറഞ്ഞ പോലെ 1-2 കാര്യങ്ങൾ ഞാൻ അത് ആഡ് ചെയ്തോട്ടെ. നദിയെ സംബന്ധിച്ച് 2 തരത്തിലുള്ള ഫ്ലോ ഉണ്ട്. ഒരു സർഫസ് ഫ്ലോ ഉണ്ട്, ഒരു അണ്ടർ ഫ്ലോയും ഉണ്ട്. അടിയിൽ കൂടെ ഒരു ഫ്ലോ ഉണ്ട്. അത് നമ്മൾ അണ്ടർ കറണ്ട് എന്ന് പറയും. അണ്ടർ കറണ്ട് എന്ന് പറയുന്നതിൻ്റെ സ്പീഡ് എത്രയാണെന്ന് കണക്കാക്കുന്നതിനാണ് ഈ നോട്ട്. അപ്പോൾ ഇത്ര കിലോമീറ്റർ, 5 കിലോമീറ്റർ, 6 കിലോമീറ്റർ മണിക്കൂറിൽ എത്ര കിലോമീറ്റർ, അപ്പർ കറണ്ടിനേക്കാൾ ശക്തി കൂടുതലായിരിക്കും. ചുഴി ഉണ്ടാവും. ചുഴി ഉണ്ടെങ്കിൽ ചുഴിയുണ്ട്, അതായത് കറങ്ങും. നമ്മൾ ഈ മിക്സിയിൽ വെള്ളം കിടന്ന് അടിക്കണം കണ്ടിട്ടുണ്ടോ? മോളിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല, വലിയ കുഴപ്പമില്ല. പക്ഷേ അകത്തോട്ട് ഗ്ലാസ്സുള്ള മിക്സിയിൽ നോക്കിയാൽ അകത്ത് കിടക്കുന്ന വെള്ളം കിടന്ന് കറങ്ങും. അപ്പോൾ ഒരു ഫോഴ്സ്, ഒരു കൊറിയലസ് ഫോഴ്സ്, ഭൂഗർഭാകർഷണ ബലവും ഭൂമിയുടെ കണക്കും ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ട് ഒരു ഫോഴ്സ് ഉണ്ടാക്കി ഈ വെള്ളത്തിന് പോകാൻ പറ്റാതെ അത് കിടന്ന് കറങ്ങും. അവിടെ ചുഴി ഉണ്ടാക്കും. അങ്ങനെ ചുഴി ഉണ്ടാക്കുന്നിടത്ത് ആരെങ്കിലും ഡൈവ് ചെയ്താൽ എടുത്തടിക്കും, ആളിനെ എടുത്തടിക്കും. അവിടെ നിന്ന് നമ്മൾ മിക്സിക്കകത്തുകൊണ്ട് കൈയിടും പോലെ തന്നെയാണ്. സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. നമ്മൾ മിക്സിക്കകത്തുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന മിക്സിക്കകത്തുകൊണ്ട് കൈയിട്ടാൽ നമ്മൾ എടുത്തടിക്കും കൈ. അപ്പോൾ കറണ്ട് അതുപോലെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കൂ. വെള്ളം എന്ന് പറഞ്ഞാൽ എന്താ സാധനം? കറണ്ടാണ്. നമ്മൾ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന വെള്ളത്തിൽ നിന്നാണ്. അപ്പോൾ അതിനകത്ത് കറണ്ട് സൂര്യപ്രകാശത്തിൽ നിന്ന് എടുത്തു വെച്ചിട്ടുള്ള ഒരുപാട് ഊർജ്ജം അതിനകത്തുണ്ട്. അപ്പോൾ ഇത് വളരെ സർഫസ് ഫ്ലോയേക്കാൾ അണ്ടർ കറൻസ് വളരെ വേഗതയുണ്ട്. കടലിന് 8 കിലോമീറ്റർ അടുത്താണ്. അപ്പോൾ സ്ലോപ്പ് അങ്ങോട്ട് കൂടുതലാണ്. ഇത് ഒരുപാട് ടെറൈൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ടെറൈൻ ആയതുകൊണ്ടാണ് ഇവർക്ക് മുങ്ങൽ വിദഗ്ധർക്ക് അവിടെ പോയി എടുക്കാൻ ഒരു പ്രശ്നമുള്ളത്. പക്ഷേ ഇതിനകത്തുള്ള ആദ്യം ഞാൻ ഈ പരിപാടി ഈ 16-ാം തീയതി മുതൽ പല ചാനലുകളിൽ വരുന്നുണ്ട്. ആദ്യം മുതലേ എൻ്റെ ഒബ്സർവേഷൻ വളരെ കൃത്യമായ സീനിയർ ലെവൽ എക്സ്പെർട്ടുകൾ ഇരുന്നുകൊണ്ടൊരു പ്ലാൻ ബേസ് ചെയ്തിട്ടല്ല ഇത് നീങ്ങുന്നത്. ആദ്യ ദിവസം കരയിൽ നോക്കി, നമ്മളിവിടെ നിന്നൊരു ചെറുപ്പക്കാരൻ പോയി, രഞ്ജിത്ത് ഇസ്രായേൽ പോയി, അദ്ദേഹം പറഞ്ഞ കുറച്ച് നോക്കി. അങ്ങനെ കരയിൽ നോക്കിയപ്പോൾ ആ കരയിൽ നിന്നുള്ള മണ്ണെടുത്ത് കുഴിയിലിട്ടപ്പോൾ ആ കുഴിയിൽ അടിയിൽ നേരത്തെ ഈ പോയ മണ്ണ് കിടക്കുകയാണ്. അതിൻ്റെ മീതെ കൊണ്ട് മണ്ണിട്ടു. അപ്പോൾ റോഡ് ക്ലിയറൻസിലായിരുന്നു ആദ്യം അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത്. പിന്നെ അവസാനം ഇത് ആളെ രക്ഷിക്കലായി. ഇതിങ്ങനെ ഇപ്പം ഞാൻ വേറൊരു സംശയം പറയട്ടെ. ഇപ്പം തന്നെ ചർച്ച നടക്കുന്ന എന്താണ്? 4ാമത്തെ സ്പോട്ട് ഉണ്ടെങ്കിൽ ആ സ്പോട്ടിൻ്റെ അടിയിൽ നമ്മുടെ ലോറി ഉണ്ടെങ്കിൽ ആ ലോറിയെ ഫോക്കസ് ചെയ്യണമെന്നാണ്. അതിൻ്റെ അർത്ഥം മറ്റ് സിഗ്നൽ കിട്ടിയ സ്ഥലങ്ങളിൽ ഫോക്കസ് ചെയ്യേണ്ടതാണോ? അങ്ങനെയല്ല, 4 സ്ഥലവും ഫോക്കസ് ചെയ്യണം.